അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ അന്ന് ഞങ്ങൾ എല്ലാവരും കുറച്ച് സാഡാണ്. വേറെ ഒന്നല്ല, തേജുവിന്റെ പനി സൂര്യക്കും കിട്ടിയിട്ടുണ്ട്. സൂര്യക്ക് രാവിലെ മുതൽ തന്നെ നല്ല പനി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് സൂര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടാവാന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിയിൽ അച്ഛനെ കണ്ടു കേട്ടോ. അപ്പൊ അച്ഛനായിട്ട് കുറച്ചേരം സംസാരിച്ചേ. പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. കൂട്ടുപാത ക്ലിനിക്കിലേക്കാണ് പോയത്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പോഴത്തെ വൈറൽ ഫീവർ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല, അപ്പൊ റെസ്റ്റ് എടുത്താൽ മതി എന്നാ പറഞ്ഞു. 4 ദിവസം മുന്നേ തേജുവിന്റെ ഹോസ്പിറ്റലൈസ് കഴിഞ്ഞ് ഇറങ്ങിയതല്ലോ കേട്ടോ. അപ്പൊ തേജു ഇപ്പോഴും ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്, ഒന്നും റെഡി ആയിട്ടില്ല ആൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ അടുത്ത് തന്നെ ഉള്ളി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഉള്ളി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലോട്ടാണ് പോയത്. തേജുവിന്റെ പനിയായിട്ട് വിട്ടുപോയിട്ടില്ല വന്നിട്ടോ, കാരണം ആള് ഭയങ്കര ടയർഡാണ്, ചാരിയിട്ട് കിടക്കുന്നുണ്ട് അറിയാലോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് സൂര്യക്ക് വീട്ടിലെത്തി മെഡിസിൻ കഴിക്കാണ്ടായിരുന്നേ. ഒരു ഗ്ലാസ് ചൂടുള്ള 3 ഗുളികയും സൂര്യ വെത്താക്കിട്ടാ. തേജുവിന്റെ പോലെ തന്നെ സൂര്യക്കും ചെറിയ മടിയിലിട്ട് മെഡിസിൻ കഴിക്കാൻ. പിന്നെ ഏതൊരാളായാലും വലിയ ആളായാലും ചെറിയ ആളായാലും മെഡിസിൻ കഴിക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. സൂര്യോട് ഞാൻ റെസ്റ്റ് എടുത്തോളം പറഞ്ഞേ. ഡോക്ടർ പറഞ്ഞായിരുന്നു നല്ല റെസ്റ്റ് വേണം. പിന്നെ ഞാൻ സന്ധ്യയപ്പോ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊളുത്തി കാണിച്ചു. ആ ടൈമിൽ തേജോടെ ടിവിയിൽ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ടിവിയിൽ നോക്കിയാൽ കാണട്ടോ. എന്റെ സ്ഥാനത്ത് സൂര്യാണെങ്കിൽ ആദ്യം ഭക്തിഗാനം വെച്ചിട്ടാണ് വിളക്കൊളുത്തുക. പിന്നെ ഈവനിങ് ടൈമിൽ പുറത്ത് നല്ല മഴ പെയ്യുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വണ്ടർ മുകളിൽ വീണ വെള്ളമൊക്കെ തുടച്ചെടുക്കുകയാണ്. അപ്പൊ അതിൽ കുറച്ച് ചളി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ബോർവെലിന്റെ വെള്ളമായോണ്ട് എപ്പോഴും വെള്ളടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ലേ. വേറെ ഒന്നും കേട്ടോ, എത്ര ഫിൽറ്റർ വെച്ചാലും ചെറിയ ഡോട്ട് വണ്ടർ ബോർഡർ മുകളിൽ വീഴും. ചെറിയ അയൺ കണ്ടന്റ് എന്തായാലും അതിന്റെ മുകളിൽ ഉണ്ടാവും. ഏകദേശം മൊത്തം ക്ലീൻ ആക്കി വരുമ്പോഴേക്ക് ഏകദേശം ഇരുട്ടായി. വൃത്തിയാക്കുമ്പോൾ എന്തായാലും പക്കയായിട്ട് ക്ലീൻ ആക്കാണല്ലോ. അപ്പൊ ഞാൻ ഉള്ളിൽ ഫ്ലോർ മാറ്റ് കൊടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മാറ്റെല്ലാം കഴുകി വൃത്തിയാക്കി അതാത് സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. രണ്ടാളും മരുന്നിന്റെ ഡോസ് കാരണം നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ. പിന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ട് ചോറും കറികളൊക്കെ വിളമ്പിട്ടാ. സത്യം പറഞ്ഞ രണ്ടാളിങ്ങനെ കിടക്കണമ്പോ ഭയങ്കര വിഷമാണ്. വേറെ ഒന്നല്ല, അവർ രണ്ടാളും ഒപ്പം നിൽക്കണമെങ്കിൽ ഒരു ഓളുണ്ടാവും കേട്ടോ. ഇത് ഞാൻ ഒറ്റയ്ക്കാവുമ്പളേ ഒരു വൈബ് കിട്ടണില്ലേ. പിന്നെ ചോറും കറിയൊക്കെ ഞാൻ ആള് കൊണ്ടുവച്ചിട്ടോ. എന്നിട്ട് അവരെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. ഞങ്ങൾ 3 പേരും ഇവിടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവർ പറ്റ ഡൗൺ ആയിരുന്നു രണ്ടും. പിന്നെ അവർ രണ്ടുപേരും മെഡിസിൻ കഴിച്ച് കിടന്നു. പിന്നെ എന്റേതായ കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, കുറച്ച് പാത്രം കഴുകി വെക്കാനും ക്ലീനിങ് ഒക്കെ ഉണ്ടായി. അവർ രണ്ടുപേരും കിടന്നപ്പോ ആകെ നിശബ്ദമായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെപ്പോഴും വീട്ടിൽ വരുമ്പോ ഇവർ രണ്ടാളി സൗണ്ട് ഉണ്ടാവും. കാരണം ഒന്നെങ്കിൽ സൂര്യ അല്ലെങ്കിൽ തേജു ഉണ്ടാവും എന്തായാലും. അപ്പൊ അവരുടെ സൗണ്ട് എപ്പോഴും നമ്മൾ കേട്ടിട്ടേ മൊത്തത്തിൽ ഒച്ചാനൊക്കെ ഇല്ലാണ്ട് ഒരു ശോകമായിരുന്നു. അത് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ തേജും സൂര്യൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടാവും. തേജു പിന്നെ 4-5 ദിവസമായിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കണേ. അതുപോലെ തന്നെ സൂര്യ ഇപ്പൊ ഡൗൺ ആയപ്പോഴേ മൊത്തത്തിൽ ആകെ എന്തോ പോലെ. തേജുവിന് ചെറുതായിട്ട് വീണ്ടും പനി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നാളെ എന്തായാലും തേജുവിന് വേറെ ഡോക്ടറെ എന്തായാലും കൊണ്ടുപോയി കാണിക്കണം. സൂര്യക്ക് പിന്നെ അത്രയും വയ്യാത്തോട്ടോ കിച്ചണിലേക്ക് ഒന്നും വരാത്തത്. അല്ലെങ്കിൽ ആളെങ്ങനെയാലും അവിടെ ഓടിയെത്തും. ആൾക്കാണെങ്കിൽ ക്ലീൻ ചെയ്യാണ്ടിരുന്ന ഉറക്കം വരാത്ത ആളാണ്. എനിക്ക് മനസ്സിലായി ഒട്ടും വയ്യാണ്ട ആൾ കിടക്കണത്. പിന്നെ ഒരാൾക്ക് പറ്റാത്ത ടൈമിലാണല്ലോ മറ്റൊരാൾ ചെയ്യേണ്ടത്. അവിടെയാണല്ലോ നമ്മുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം. അപ്പൊ ഞാൻ പാത്രങ്ങളൊക്കെ എല്ലാം വൃത്തിയാക്കി കഴുകി വെച്ച് കൊട്ടത്തളൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കളൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ ഒന്നും ക്ലീൻ ചെയ്യണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ എൻജോയ് ചെയ്തിട്ട് ചെയ്യുക. എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോ തേജു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, സൂര്യ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് തേജുവിന് മാത്രം പോരാട്ടോ, സൂര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബൈ.